ഇന്ന് നമ്മളുടെ സ്വന്തം ലാലേട്ടൻ്റെ പിറന്നാൾ. ലാലേട്ട, മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗോഡ് ബ്ലെസ് യു ലാവിഷ്ലി. വെൽക്കം ടു കിഷോർ സത്യ ടോക്സ്. എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇതുവരെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ഇവൻറ്റുകൾ ചെയ്യാൻ, ഒരുപാട് അവാർഡ് നൈറ്റ്സ്, അതുപോലെ ഞാൻ ദുബായിൽ കുറേ കാലം ജോലി ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ ബിസിനസ്സൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് ഇവൻറ്റുകളായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലാലേട്ടനുമായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഒരുപക്ഷെ അത് എന്നെപ്പോലെ കണ്ട ഒരാൾ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത്രയും ക്ലോസ് വാച്ച് ചെയ്ത, പോയിൻറ്റ് ബ്ലാങ്കിൽ നിന്ന് കണ്ട ഒരു വ്യക്തി ലോകത്തിൽ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 2014 ഒക്ടോബർ 31 തിരുവനന്തപുരത്ത് കിൻഫ്രയിലുള്ള പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൻ്റെ ഉദ്ഘാടനമാണ് വേദി. ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ലാലേട്ടനായിരുന്നു. അദ്ദേഹം ഒരു മാജിക് ചെയ്തുകൊണ്ടാണ് ഈ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനെ പറ്റിയിട്ട് ഗോപിയേട്ടൻ തന്നെ ഈ മാജിക്കിൻ്റെ രഹസ്യവും പല കഥകളും നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഇപ്പോൾ പറയുന്നത്. ഇത്രയും കാലം പറയാതിരുന്നതും അതുകൊണ്ടാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യാതിഥി. അതുകൂടാതെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖരും സാംസ്കാരിക നായകന്മാരുമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾ മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ കയറി വരുന്നിടത്തൊരു കമാനമുണ്ട്. ആ കമാനത്തിൻ്റെ ഇടതുവശത്ത് ലാൽ സാറ് ഒരു മജീഷ്യൻ്റെ വേഷഭാവാഹതികളോടെ നിൽക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഈ ഷോ ഹോസ്റ്റ് ചെയ്യണം. ഞാനാണ് ഷോ ആങ്കർ ചെയ്തത്. അപ്പം ഞാനും ലാലേട്ടൻ തമ്മിൽ ഏതാണ്ട് ഒരു 3-4 മീറ്ററിൻ്റെ അകലത്തിലാണ്. അദ്ദേഹം ഒരു യുവതിയെ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു മാജിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാജിക്കിനൊരു ട്രിക്കുണ്ട്. അപ്പോൾ വളരെ രസകരമായ ഒരു അപ്ബീറ്റ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ തിരശ്ചീനയായി കിടക്കുന്ന ഒരു യുവതി ആകാശത്തേക്ക് ഉയർന്നു വരുന്നു. ലാൽ സാറ് മാജിക് ബാൻഡൊക്കെ ഉയർത്തുന്നതനുസരിച്ചിട്ട് ആ പെൺകുട്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വരുന്നു. പക്ഷേ ഒരു 1-2 ഫീറ്റ് ഉയർന്നതിന് ശേഷം ഈ പെൺകുട്ടി മുകളിലേക്ക് വരുന്നില്ല. അത് ഒരു സാങ്കേതികമായ ഒരു തകരാറ് സംഭവിച്ചതാണ്. ഒരു മാജിക്ക് എന്ന് പറയുന്നത് ഒരു മജീഷ്യനെ സംബന്ധിച്ച് വളരെ, അല്ലെങ്കിൽ മാജിക്ക് പൊളിഞ്ഞു പോകുന്നൊരു അവസരമാണത്. അദ്ദേഹം ഒരു മജീഷ്യൻ അല്ല എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എനിക്ക് അതിൽ ദർശിക്കാൻ സാധിച്ചത് യാതൊരു ഭാവഭേദവുമില്ലാതെ ആ മാജിക്ക് തുടരുന്ന ലാലേട്ടനാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തോ ശരീരഭാഷയിലോ ഈ മാജിക്ക് പൊളിയുന്നു, അല്ലെങ്കിൽ മാജിക്കിനകത്തൊരു അപകടം സംഭവിച്ചു എന്നുള്ള യാതൊരു ലാഞ്ചനയുമില്ലാതെ അദ്ദേഹം ആ മ്യൂസിക്കിനനുസരിച്ച് തന്നെ ആ മാജിക് ബാൻഡ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കുറച്ചുകൂടെ ഉയരുകയും ചെയ്തു. ആ മാജിക്ക് അങ്ങനെ അവസാനിച്ചു. പക്ഷേ ഒരു നടൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളത്, ഒരു നടൻ എന്നുള്ള നിലയിൽ നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ സമയത്ത് ആ കാണിച്ചൊരു മനസ്ഥൈര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാലേട്ടനെ ഒരുപക്ഷെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും പോയിൻറ്റ് ബ്ലാക്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ലാലേട്ടനായിരുന്നു. കാരണം ഒരുപക്ഷെ അതായിരിക്കാം, ആ നിശ്ചയദാർഢ്യമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉറപ്പായിരിക്കാം അദ്ദേഹത്തിനെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനായിട്ട് ഇന്നും നമ്മുടെ മുൻപിൽ നിർത്തുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. ഈ കഥ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗോപിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഏറ്റവും ആദ്യം വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് തനിക്ക് പരിചയമില്ലാത്തൊരു മാജിക്കിൽ, അല്ലെങ്കിൽ ഒരു സാങ്കേതിക പിഴവ് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ അതിനെ അതിജീവിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആ വലിയ കലാകാരനെയാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പലർക്കും പറയാൻ കാണും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാലേട്ടൻ ഇടയ്ക്കൊരു ഗൾഫ് ഷോ ചെയ്ത സമയത്ത് അതിനകത്തൊരു മോഹൻലാൽ മാജിക് ലാമ്പ് എന്നായിരുന്നു തോന്നുന്നു പ്രോഗ്രാമിൻ്റെ പേര്. അതിനു വേണ്ടിയിട്ട് മാജിക് പഠിക്കാൻ വരുന്ന കഥ എന്നോട് ഗോപിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം വെളുപ്പിനെ 3 മണിക്കൊക്കെ വന്നിട്ട്, അന്ന് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാജിക് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത്, അവിടെ വന്നിട്ട് മാജിക് അഭ്യസിച്ചിട്ട് പോകുന്ന ലാലേട്ടനെ പറ്റിയിട്ട് ഗോപിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മഹാവിസ്മയമായിട്ടുള്ള ലാലേട്ടൻ്റെ ഇന്ന് പിറന്നാൾ ആശംസിക്കുമ്പോൾ ഓരോ മലയാളിയോടൊപ്പവും ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഗോഡ് ബ്ലെസ് യു ലാവിഷ്ലി.